ടോം ആൻഡ് ജെറി എഫക്റ്റ് ഇൻ റിലേഷൻഷിപ്സ്. ഭാര്യാഭർത്തൃ ബന്ധം പ്രത്യേകിച്ചും വിള്ളലുകൾ ഉണ്ടാക്കുന്നത് പൂച്ചയും എലിയും പോലെയുള്ള സംഘർഷം കാരണമാണ്. ഭർത്താവ് ഒന്ന് പറയും, ഭാര്യ ഒന്ന് മനസ്സിലാക്കും. ഭാര്യ ഒന്ന് പറയും, ഭർത്താവ് മറ്റൊന്ന് മനസ്സിലാക്കും. ഇവർ തമ്മിൽ നിത്യേന വഴക്കാണ്. കൗതുകരവുമാണ്, എന്നാൽ ഗൗരവമേറിയതും ആയിട്ട് മാറുന്നു പലപ്പോഴും. നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ഈ റിലേഷൻഷിപ്സിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ടോം ആൻഡ് ജെറി എഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതായത് ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ താൻ കേൾക്കുന്ന കാര്യം, കാണുന്ന കാര്യം സ്വാംശീകരിക്കുന്നത് എങ്ങനെ, വിശകലനം ചെയ്യുന്നത് എങ്ങനെ, ഇന്നർ മൈൻഡ്, ഇന്നർ മേക്കപ്പ് എങ്ങനെ, അത് വിവേകത്തോടു കൂടിയാണോ, യാഥാസ്ഥികമാണോ, അതോ അവിവേകമാണോ അല്ലയോ എന്നതാണ് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടത്. അപ്പം ഈ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ബാഹ്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ വിഷയങ്ങൾ വരുന്നത് എന്ന് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പരസ്പരം പഴിചാരും. നിൻ്റെ അമ്മ കാരണമാണ്, അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ കാരണമാണ്, അല്ലെങ്കിൽ നിൻ്റെ കുടുംബം, അല്ലെങ്കിൽ നിൻ്റെ പാരമ്പര്യം, നിൻ്റെ മഹിമയെ ഇങ്ങനെയാണ് എന്ന് പരസ്പരം വഴക്ക് കൂടുമ്പോൾ ഉപയോഗിക്കുന്ന പദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നത് പരസ്പരം പഴിചാരാനുള്ള കാരണം ഉള്ളിൻ്റെ ഉള്ളിലുള്ള അവരവർ തന്നെ എങ്ങനെ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നു, എങ്ങനെ അത് വീക്ഷിക്കുന്നു, അത് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നതാണ് തിരിച്ചറിയാത്തത്. ആ തിരിച്ചറിവിലേക്ക് എത്തിക്കുന്നതാണ് നമുക്ക് റാഷണലായിട്ട്, വിവേകപൂർവ്വം, യാഥാസ്ഥികമായിട്ട് എങ്ങനെ നമുക്ക് കാര്യങ്ങളെ വീക്ഷിക്കാം, കാര്യങ്ങളെ നോക്കിക്കാണാം എന്നതാണ് നമുക്ക് റാഷണലായിട്ട്, അതിന് തെറാപ്യൂട്ടിക്കലായിട്ടുള്ള രീതി നമുക്കിവിടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഞാൻ സൈക്കോളജിസ്റ്റ് നാഗരാജ്, നിങ്ങളുടെ സുഹൃത്തും വഴികാട്ടിയുമാണ്. അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലുകൾ, അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ ആരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെയും വിള്ളലുകൾ ഉണ്ടാക്കുന്നത് ഓരോരുത്തരുടെ ഉള്ളിൽ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് എന്ന് പഴിചാരുകയും, അവരുടെ ഉള്ളിലാണ് മാറ്റം വരേണ്ടത്, അവർ എങ്ങനെയാണോ കാര്യങ്ങളെ നോക്കുന്നത്, വീക്ഷിക്കുന്നത്, ഇൻ്റർപ്രിട്ടേഷൻസ് ചെയ്യുന്നത്, വിശകലനം ചെയ്യുന്നത് എന്നത് സ്വയം തിരിച്ചറിയുന്നില്ല. ആ തിരിച്ചറിവിലേക്ക് എത്തിക്കുന്ന ഇന്നർ അവയർനെസ് പ്രോഗ്രാമാണ് നമ്മുടെ ഈ യാഥാസ്ഥികമായിട്ടുള്ള, വൈകാരികമായിട്ടുള്ള കറക്റ്റീവ് തെറാപ്പിയാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. മരുന്നൊന്നുമില്ല, ഔഷധമൊന്നുമില്ല, 100% സുരക്ഷിതമാണ്. പ്രത്യേകിച്ചും ഈ ടൂള് ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ വിഷയങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഏത് വ്യക്തിബന്ധങ്ങൾ, ഇപ്പം നിങ്ങൾ മേലുദ്യോഗസ്ഥർ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥർ, അപ്പോൾ നിങ്ങൾ ഏത് പ്രൊഫഷനാണെങ്കിലും, നിങ്ങൾ എന്ത് ജോലിയിലാണെങ്കിലും, നിത്യേനുള്ള ജീവിതത്തിലാണെങ്കിലും, നമുക്ക് മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഒറ്റപ്പെട്ട ജീവിതം നമുക്ക് സാധ്യമല്ലല്ലോ. നാം സാമൂഹ്യ ജീവി എന്ന നിലയിൽ അസാധ്യമാണ് ഒറ്റപ്പെട്ട ജീവിതം. അപ്പോൾ നമ്മളെല്ലാവരുമായിട്ടും, പലരുമായിട്ടും എല്ലായ്പ്പോഴും എല്ലാ ദിവസവും സഹകരിക്കേണ്ടി വരും. അവിടെ നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ മനോഭാവം, കാഴ്ചപ്പാടിനെ മാറ്റുന്നത്, റാഷണലാക്കുന്ന ടെക്നിക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ തിരിച്ചറിവിലേക്ക് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദേഷ്യം വരുന്നു, ഉത്കണ്ഠ വരുന്നു, എല്ലായ്പ്പോഴും നിങ്ങൾക്ക് നെഗറ്റീവ് തിങ്കിങ് ആണ്, ഏത് കാര്യവും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വീക്ഷിക്കാൻ പറ്റുന്നില്ല, മറ്റൊരു പറയുമ്പോൾ പോലും നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ ചിന്ത യാഥാസ്ഥികമല്ല, അവിവേകമാണ്, എന്നാൽ പോലും അത് അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് ഈ അപകടങ്ങൾ വലിയ വഴക്കിൽ കൊണ്ടെത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ വണ്ടി കൊണ്ട് നിർത്തുന്നു, ഇടത്തൂടെ വണ്ടി ഓവർടേക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, അപകടം സംഭവിച്ചു പോയേനെ എന്ന് കരുതിയിട്ടാണ് ആൾക്കാർ പരസ്പരം ചീത്ത വിളിക്കുന്നത്. ഈ റോഡിൽ ആക്സിഡൻസിന് അപ്പുറം മിക്കവാറും നിങ്ങൾ നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ, ഈ പരസ്പരം ആൾക്കാർ ചീത്ത വിളിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം അപകടം ആയിരുന്നേനെ എന്ന്, അപകടം ആകാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് ഒരു വഴക്കടിക്കുന്നത്, അല്ലേ? നമ്മൾ ഒരിക്കലും കാണാൻ ഇടയില്ലാത്ത അപരിചിതരായിട്ടുമാണ് നമ്മൾ വഴക്കുണ്ടാക്കുന്നത്. അത് കടന്നുപോയി, ഒന്നും സംഭവിച്ചില്ല, അവിടെ തീർന്നല്ലോ, അതിന് വിഷയങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബഹുഭൂരിപക്ഷവും റോഡിലുണ്ടാകുന്ന വഴക്ക് നിങ്ങളുടെ ഉണ്ടാകുന്ന ഈ പെട്ടെന്നുള്ള ഈ പൊടുന്നനെയുള്ള പ്രതികരണം, പെട്ടെന്ന് ബേൺഡ് ഔട്ട് ആവുക, തളർന്നു പോവുക, വീക്കായി പോവുക, ക്ഷീണിതരായി പോവുക എന്നതൊക്കെയും നമ്മുടെ ഇന്നർ മേക്കപ്പ്,
മാറ്റേണ്ടതുണ്ട്. വിവേകപൂർവ്വം നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റേണ്ടത്. അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ കൊല്ലം അയത്തിൽ മെഡിറ്റൺ ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റാണ്. നമുക്ക് സ്വന്തമായിട്ട് മുഖത്തിൽ NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. വരിക. 9605743596 ആണ് എൻ്റെ നമ്പർ. വിളിക്കാം, അപ്പോയിൻമെൻറ്റ് എടുക്കാം. ഇത്തരം സംഘർഷങ്ങൾ, നിങ്ങളുടെ ടോം ആൻഡ് ജെറി എഫക്റ്റ് നമുക്ക് ഒഴിവാക്കാം ജീവിതത്തിൽ എന്നും. ആരോഗ്യം സൂക്ഷിക്കാം. വെൽക്കം.